ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് ഇവിടെ റോഡിൽ നിന്നിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. തട്ടമൊക്കെ ഇട്ടേക്കുന്നത് മുസ്ലിം ആയതുകൊണ്ടൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ അന്നമ്മ എന്നുള്ള പേര് കാണുമ്പോൾ ക്രിസ്ത്യൻ ആണോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ടാണ് ഞാൻ തലയിൽ കൂടി ആ തട്ടം എടുത്തിട്ടേക്കുന്നത്, ഐ മീൻ ഷോൾ എടുത്തിട്ടേക്കുന്നത്. പിന്നെ അവിടെ കുറേ നേരം മാധുവിനെ നോക്കി നിന്നപ്പോൾ ആ മാവ് നിറയെ മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. അത് നോക്കി നിന്നിട്ട് നേരെ നീലൂട്ടനെ വിളിക്കാനായിട്ട് പോയി കേട്ടോ. നീലൂട്ടനെ വിളിക്കാൻ പോകുന്ന വഴി പാല് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കട തുറന്നിട്ടില്ലായിരുന്നു. ആ ചേച്ചി ഇന്ന് തേച്ച്, കടയിലെ ചേച്ചിയെ. അതുകൊണ്ട് പിന്നെ തിരിച്ച് വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെ കയറി. അങ്ങനെ പാലും വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോഴാണ് അവന് നടക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൻ വീട്ടിലോട്ട് കയറാതെ റോഡ് വഴി നേരെ അങ്ങ് കയറി പോവാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ കയറാൻ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓടി ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങാൻ. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളുടെ ഈ എൻ്റർടൈൻമെൻറ്റ് എല്ലാവരുടെയും കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് കാണണമെങ്കിൽ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. എന്താണ് നമ്മളുടെ എല്ലാവരുടെയും എൻ്റർടൈൻമെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങാം. എൻ്റെ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങാനായിട്ട് പോവാം കേട്ടോ. വൈകിട്ട് ഒരു 4 മണി തൊട്ടാണ് നമ്മുടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങുന്നത്. ചൂലെടുത്തോണ്ട് വന്നിട്ട് ഈ മുറ്റം നീട്ടി അങ്ങോട്ട് അടിച്ച് വാരുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. എങ്ങനെയുണ്ടല്ലേ? പൊളപ്പൻ ഐഡിയ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെരയ്ക്കകം തൂത്തായിരുന്നു. സിറ്റ് ഔട്ട് തൂത്തില്ല, മറന്നുപോയി. അങ്ങനെ ഫ്രണ്ട് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴായിരുന്നു സിറ്റ് ഔട്ട് തൂത്തില്ല എന്നുള്ള നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത് ഗൈസ്. അങ്ങനെ അവിടെയും തൂത്തു, സിറ്റ് ഔട്ട് തൂത്ത്, ചെരുപ്പൊക്കെ ഈ കോലമാക്കി ഇടുന്നത് നീലൂട്ടൻ്റെ പരിപാടി കേട്ടോ. അല്ലാതെ ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഒരു ചെരുപ്പങ്ങാണേ അലങ്കോലമായിട്ട് കിടക്കത്തുള്ളൂ. ഞാനിങ്ങനെ അടുക്കി പറക്കി എന്താ പറയുക, നല്ല ലെവലിനൊക്കെ എടുത്ത് വെക്കും. ഇവൻ ബാക്കിൽ കൂടെ എതിരേക്കൂടെങ്കിലുമൊക്കെ വന്നിട്ട് ഓരോ ചെരുപ്പും എടുത്ത് അങ്ങോട്ടൊരേറ്, വേറൊരു ചെരുപ്പെടുത്ത് ഇങ്ങോട്ടൊരേറ്. അങ്ങനെ സിറ്റൗട്ട് മൊത്തത്തിൽ ചെരുപ്പ്, അത്തപ്പൂക്കളം വലിച്ചു വാരി ഇടുമല്ലോ, അത്തപ്പൂക്കളം ഇട്ടിട്ട് നമ്മളത് കുളമാക്കുമല്ലോ, അതേമാതിരി ആക്കി വയ്ക്കും. പിന്നെ എന്നും വൈകിട്ട് എൻ്റെ പരിപാടി ഇതാണ്, തൂക്കുന്ന സമയത്ത് ചെരുപ്പ് പറക്കി വെക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ നാളെ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ചെരുപ്പൊക്കെ വേണമെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന കാണാം. അതാണ് ഈ വീട്ടിലെ അവസ്ഥ. നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ കുരുപ്പുകളുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. എല്ലാ കുരുപ്പുകളും ഇങ്ങനെ ആയിരിക്കുമല്ലേ? ഞാൻ അവനെ ചില സമയത്ത് കുരുപ്പയെന്നാണ് വിളിക്കുന്നത് കേട്ടോ. എടാ കുരുപ്പ അടങ്ങിയിടാന്നൊക്കെ പറയും. അങ്ങനെ സിറ്റ് ഔട്ടെല്ലാം തൂത്തു. ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ലീനിങ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. വേറെ എടുക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഗൈസ്. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു. ഇത് തന്നെ മതിയല്ലോ. ഇന്ന് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചെയ്യത്തില്ല കേട്ടോ. ഇനി മറ്റന്നാളായിരിക്കും ഞാൻ മുറ്റം തൂക്കുന്നത്. തുണി നനയും മുറ്റം തൂപ്പും ചില ദിവസം സ്റ്റാമിന ഉള്ള ദിവസങ്ങളിൽ രണ്ടും ഒരു ദിവസം തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇന്ന് മുറ്റം തൂത്താൽ നാളെ തുണി നനയ്ക്കും, നാളെ മുറ്റം തൂക്കത്തില്ല, മറ്റന്നാൾ മുറ്റം തൂക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എല്ലാ ജോലിയും കൂടെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് എനിക്ക് വയ്യ, എനിക്ക് പ്രാന്തല്ലേ. അങ്ങനെ ഈ ഒരു തൂത്ത് കളയുന്നത് മണ്ണാട്ടോ. മുറ്റത്ത് കിടന്ന മണ്ണ് മൊത്തം കഴിഞ്ഞ ദിവസം നീലൂട്ടം വന്നിട്ട് JCB കളിച്ചതാ. എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ കസേര എടുത്ത് വെളിയിൽ കൊണ്ടിട്ടിട്ട് കസേര വെച്ചിട്ട് മണ്ണ് മാന്തിയെടുത്ത് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പയിലിട്ട്. അതാണ് രാത്രിയിലത്തെ പരിപാടി. ചേട്ടായി കടയിൽ പോയ സമയത്തിന് ഞങ്ങൾ രണ്ടുപേരും സിറ്റൗട്ടിലിരുന്നേ, ആ സമയത്ത് ചെയ്തതാണ് ഈ പരിപാടികൾ. അപ്പോൾ സിറ്റൗട്ടും നമ്മുടെ പെരയ്ക്കകവും എല്ലാം ക്ലീനാക്കി കഴിഞ്ഞു. ഇനി മുറ്റം ക്ലീനാക്കാനാണ്. മുറ്റം 2 ദിവസമായി തൂത്തിട്ട് കേട്ടോ. എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് മുറ്റം തൂക്കുന്നില്ലായിരുന്നു. പൊടിയും കൂടി അടിക്കുന്നത് കൊണ്ട് ശരിയാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റം തൂക്കാനായിട്ട് നിന്നില്ല. പക്ഷേ ഇന്ന് തൂത്തേ പറ്റത്തുള്ളൂ. അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു മുറ്റം മൊത്തം കേട്ടോ. മാവിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു വീണ് അലങ്കോലമാവും. അപ്പോൾ അത് തൂക്കാതിരുന്നാൽ ശരിയാകത്തില്ല. ഒന്നാമത് ചൂടും കൂടി ആയതുകൊണ്ട് നല്ല പൊടി അടിക്കും കേട്ടോ. എന്നാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മുഖത്ത് മാസ്കോ അല്ലെങ്കിൽ തോർത്തോ എന്തെങ്കിലുമൊക്കെ മൂക്ക് പൊത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാനത് മറന്നുപോയി. അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ എല്ലാം മറന്നുപോകും ഗൈസ്. അതാണ് എൻ്റെ കുഴപ്പം. നല്ല പൊടി അടിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ എനിക്ക് നല്ല പനി കൂടും, അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. എന്നാലും ചെയ്യാതിരിക്കുന്നില്ല, ഞാൻ ചെയ്യും. പൊടി അങ്ങ് അടിച്ച് കയറും, അത് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി കുളിക്കണം കേട്ടോ. പിന്നെ നീലൂട്ടൻ്റെ ചെരുപ്പുകൾ കുറച്ച് എടുത്ത്, മൊത്തം അഴുക്കും മണ്ണും പൊടിയും എല്ലാം ആയിരുന്നേ. അതെല്ലാം എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് തേച്ച് കഴുകി വയ്ക്കാനായിട്ട്.
തേച്ച് കഴുകി വെച്ചാലും പിന്നെ അത് പഴയപടിയാവും. എന്നാലും കുഴപ്പമില്ല, 2 ദിവസമെങ്കിലും അങ്ങനെ കിടക്കട്ടെ എന്ന് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കഴുകി വയ്ക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മുറ്റമെല്ലാം തൂത്ത് 2 ദിവസമായി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട്. ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായിക്ക് വയ്യ. എന്തിനാണോ ഇതൊക്കെ നട്ടു വെച്ചേക്കുന്നത്, ഒരാവശ്യവും ഇല്ല. വെള്ളം ഒഴിക്കത്തില്ല, വളവും ചെയ്യത്തില്ല. പിന്നെ അങ്ങനെ ചെടി നട്ട് കഴിഞ്ഞാൽ വളവും കൊടുത്താലല്ലേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവത്തുള്ളൂ, പൂക്കുമെങ്കിലും ചെയ്യത്തുള്ളൂ. ഇതൊന്നും ചെയ്യത്തില്ല. പറയുമ്പോൾ നമ്മളെ വഴക്ക് പറയും, അതവിടെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ലാന്ന്. എന്തോ ചെയ്യാനാന്ന് പറ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഒഴിച്ചു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ, അതായത് ഇന്ന് ഈ വോയിസ് ഓവർ ചെയ്യുന്ന ഇന്ന് രാവിലെ ഞാൻ ചെടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊണ്ടൊഴിച്ചു കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓസ് കുത്താനായിട്ട്, ഓസ് പൈപ്പിൽ ഇങ്ങനെ കുത്തി ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ നിന്ന് വെള്ളം ചുമന്ന് കൊണ്ടുവന്ന് വേണം ഒഴിക്കാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചിട്ട് ഓരോ കപ്പ് വെള്ളം വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അത് ചെടികളിങ്ങനെ വാടി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം കേട്ടോ. പൂത്തില്ലെങ്കിലും കായ്ച്ചില്ലെങ്കിലും അത് നല്ല ഉണർവോടെ ഉഷാറായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. വാടിക്കരിഞ്ഞ് നിൽക്കുന്ന കാണുന്നതിനെക്കാട്ടിലും നല്ല ഉഷാറായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് സങ്കടം വന്നതുകൊണ്ട് ഞാൻ രാവിലെ വയ്യെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് എല്ലാവർക്കും ഓരോ കപ്പ് വെള്ളം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഒഴിക്കത്തുള്ളൂ. മുറ്റം തൂക്കുന്നതോ അല്ലെങ്കിൽ തുണി നനയ്ക്കുന്നതിൻ്റെ അന്നോ ആയിരിക്കും ഞാൻ വെള്ളം ഒഴിക്കുന്നത്. അപ്പം നീലൂട്ടൻ അവിടെ ഉണ്ട്. നീലൂട്ടനെ ഇനി കുളിപ്പിക്കണം. ഞാനിപ്പം വന്ന ഉടനെ കുളിപ്പിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ 1ഉം 2ഉം ഒക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അന്നേരം പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ചായ കുടിച്ചോട്ടോ. വൈകിട്ട് ചായ കുടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പാല് വാങ്ങിച്ച കാര്യം. ചായ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തു പറയുന്നേ, അല്ല, ചായ കുടിച്ച് കഴിയുമ്പം പുള്ളിക്കാരന് അപ്പിടാനുള്ള ടെൻഡൻസി വരും ഗൈസ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും കുളിപ്പിക്കും. ഞാൻ എന്നും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ മുറ്റം കൂടെ തൂത്ത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞാലും വെളിയിലിറങ്ങി വന്നിട്ട് മണ്ണിനകത്ത് കിടന്ന് മണ്ണും പൊടിയായി കാല് വെച്ച് ഇങ്ങനെ മണ്ണിങ്ങനെ തോണ്ടിയാണ് എറിയോവേ. അപ്പം ദേഹം മൊത്തം മണ്ണാവും, കാല് മൊത്തം മണ്ണാവും. കുളിപ്പിച്ചതാന്ന് പറയത്തില്ല, വെള്ളം കണ്ട ചെറുക്കനാന്ന് പറയത്തേ ഇല്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴും മുറ്റമെല്ലാം തൂത്ത് തുണി നനയ്ക്കാനുണ്ട്, തുണിയും നനച്ച് കഴിഞ്ഞിട്ടേ അവനെ കുളിപ്പിക്കും. അവനെ കുളിപ്പിച്ചിട്ട് നേരെ ഞാൻ കയറി കുളിക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം തൂത്ത് കഴിഞ്ഞു. ഇനി ബാക്ക് സൈഡാണുള്ളത്. ഫ്രണ്ട് തൂത്ത് കൂട്ടി ഇട്ടിട്ട് തീ ഇട്ടും കഴിഞ്ഞു. ഇനി ബാക്ക് സൈഡാണ് തൂക്കാനുള്ളത്. പൊടി പറക്കുന്നുണ്ട്, നല്ല പൊടി പറക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കിടപ്പിലാവും കേട്ടോ. നാളെ വീഡിയോ കാണുമോയെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ കിടപ്പാവും എന്തായാലും. നല്ല പൊടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി. നീലൂട്ടൻ അവിടെ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചില ഭാഗങ്ങളിൽ, വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം നിക്കറിട്ടിട്ടല്ലേ ഗൈസ്. എനിക്ക് ഒരു ദിവസം അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ തുണി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീലൂട്ടൻ അവിടെ വന്ന് നിൽക്കുന്നത് വീഡിയോയിലുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം നമ്മുടെ സ്റ്റിക്കർ, സ്മൈലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മറച്ചായിരുന്നു. പക്ഷേ യൂട്യൂബിന് അത് മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെയോ അത് മനസ്സിലായി. എൻ്റെ വീഡിയോ ഞാനത് അൺലിസ്റ്റ് ആക്കിയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തത്. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എല്ലാ വീഡിയോയും ഞാൻ അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് കാണിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പബ്ലിക് ആക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇട്ട സമയത്ത് യൂട്യൂബ് തന്നെ എൻ്റെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി കേട്ടോ. എന്നിട്ട് എനിക്ക് മെയിലും അയച്ചായിരുന്നു. എനിക്ക് അറിയാതെ പറ്റിയത്, ഇംഗ്ലീഷിലാണ് അയച്ചത്. എന്നാലും എനിക്കതിപ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ അറിയത്തില്ല. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തിരിച്ചത് പറയാൻ അറിയത്തില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. ഫസ്റ്റ് ടൈം ആണല്ലോ എനിക്കിങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യുന്നു, സ്ട്രൈക്ക് തരുന്നില്ല എന്നും പറഞ്ഞിട്ട്. അതോടെ എൻ്റെ ജീവനങ്ങ് പോയി. സ്ട്രൈക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന് എൻ്റെ ചാനലിൻ്റെ കാര്യം. അതോടെ ഞാനും കൂടി അതങ്ങ് റിമൂവ് ചെയ്തു, ഡിലീറ്റ് ആക്കി കളഞ്ഞു ആ വീഡിയോ. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് നീലൂട്ടൻ ഉള്ള ഭാഗമൊക്കെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അപ്ലോഡായി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്ട്രൈക്ക് എങ്ങാനും കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോയി. പിന്നെ എനിക്ക് ടെൻഷനായിരിക്കും, ദൈവമേ എന്താ ചെയ്യുക, എന്താ പറയുക, പണിയായാലോ എന്നിങ്ങനെ നടന്നിട്ട്
കുഴപ്പമില്ലായിരുന്നു. അത് അവർ തന്നെ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ ഏകദേശം 2.5 വർഷത്തിൽ കൂടുതലായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും നാളും അങ്ങനത്തെ ഒരു കാര്യവും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം യൂട്യൂബിന് മനസ്സിലായി കാണും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അങ്ങനെ പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ റീചെക്ക് ചെയ്തിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് വെക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പബ്ലിക് ആക്കത്തുള്ളൂ വീഡിയോ. അങ്ങനെ 2 പൂച്ചകൾ അതിലേക്കൂടെ നടക്കുന്നുണ്ട്. ബാക്ക് വശവും തൂത്ത് വൃത്തിയാക്കി എല്ലാം ക്ലീനാക്കി തീയിട്ടു. ഇനി രാവിലെ നനച്ചിട്ട തുണി, ഇന്ന് രാവിലെ നനച്ചാട്ടോ ഇത്രയും തുണി. ഇനി ബാക്കി തുണി നാളെ രാവിലെ നനയ്ക്കാനായിട്ട് കിടക്കുന്നു. അപ്പോൾ നനച്ചിട്ട തുണിയെല്ലാം ഉണങ്ങി കേട്ടോ. ഉണങ്ങാതിരിക്കും, അമ്മാതിരി വെയിലല്ലേ അടിക്കുന്നത്. ചൂട് കൊണ്ട് വീട്ടിലിരിക്കാൻ വയ്യ കേട്ടോ. നിങ്ങളുടെ അവിടെ എല്ലാവരുടെയും ചൂടാന്നോ അല്ലേന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചൂട് കൊണ്ട് വീട്ടിലിരിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ചൂട്. അതിൻ്റെ കൂടെ പനിയും കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ, ഫാൻ ഇടാൻ പറ്റത്തില്ല, മൂക്കടയ്ക്കും. ഫാൻ ഇടാതിരുന്ന ചൂട്, അയ്യോ എനിക്ക് വയ്യ, ഓർക്കാൻ പോലും വയ്യ. അപ്പോൾ ഇനി കാണുന്നത് രാവിലെ ആയിട്ടുണ്ട്. രാത്രിയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിരിക്കും കേട്ടോ. ചായക്ക് വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് അടുക്കളയിൽ വന്നിരുന്ന് എന്തോ വേണം ഇനി എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത്. പല്ല് പോലും തേച്ചിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ പറയൂ, പല്ല് പോലും ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ ചായയും കുടിച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ തുണി നനയ്ക്കുന്ന കല്ലിൻ്റെ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ തുണി നനയ്ക്കാനായിട്ട് പറ്റത്തില്ല. തുണി നനച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി എല്ലാം തീർത്തു. ഇനി ബാക്കി ഇരുന്ന തുണികളെല്ലാം ഞാൻ നനച്ചു, ഒരു വാശിക്ക്. അങ്ങനെ തുണി നനച്ച് കഴിഞ്ഞ് ഞാൻ അപ്പം ചൂടാനായിട്ട് അകത്ത് കയറി. അപ്പോഴത്തേന് ചേട്ടായി പറഞ്ഞു ഞാൻ തുണി വിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി തുണി വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ആ തുണിയും കൂടെ വിരിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇന്നലെ മുറ്റം തൂത്തു, തീ ഇട്ടു, എല്ലാം ചെയ്തു. വെളിയിൽ അകത്ത് കുറച്ച് വേസ്റ്റ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടൊന്ന് കത്തിച്ച് കളഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ തുണി നനച്ചിട്ടുണ്ട് വെയിലിന് മുമ്പ്. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് വൈകിട്ടാവുന്നവരെ പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പണിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി അപ്പം ചുടുക, കടലക്കറി ഇരിപ്പുണ്ട്, കടലക്കറി ചൂടാക്കുക. പിന്നെ ഞാൻ ഫ്രണ്ട് വശത്തോട്ട് വന്നു കേട്ടോ. ഫ്രണ്ട് വശത്ത് വന്ന എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തിനോ വന്നതാണ് ഇങ്ങോട്ട്. അപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേന് നേരെ ഇങ്ങ് വന്നു. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഡ്രമ്മിൽ ഇത് തക്കാളി ചെടി നിൽക്കുന്നു കേട്ടോ. ഒരു തൈ നിൽക്കുന്നു. അപ്പോൾ അത് നല്ല നീളം വെച്ച്, അപ്പോൾ അതിനി ഒടിഞ്ഞു താഴെ വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ തക്കാളി ചെടികൾക്കെല്ലാം ഒരു താങ്ങ് വേണമല്ലോ. നമ്മൾ വേറൊരു കമ്പ് കുത്തി വെച്ച് കെട്ടി വെച്ച് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അത് ഒടിഞ്ഞ് താഴെ വീഴും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് അവിടെ കുത്തി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കേട്ടോ. ഞാൻ എന്തിനാ ഇറങ്ങിയെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണേ. എൻ്റെ ആ ചെമ്പരത്തി കണ്ടോ, 2 പൂ നിൽക്കുന്ന കണ്ടോ, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ ചെമ്പരത്തിയാണെങ്കിൽ ഉണങ്ങി, ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒഴിച്ചില്ല 2-3 ദിവസം കൊണ്ട്. അപ്പോൾ ഉണങ്ങി വാടി ഒരുമാതിരി നിൽക്കുന്നു. എന്നിട്ടും അതെനിക്ക് പൂവ് തന്നു കേട്ടോ. അതിൽ 2 പൂവുണ്ട്. ഇന്നലെ ഒരു പൂവുണ്ടായിരുന്നു, ഞാൻ വിളക്ക് കത്തിച്ചപ്പോൾ അത് വിളക്കിൻ്റെ മുമ്പിൽ വെച്ചു. ഇന്നത്തേനും എനിക്ക് പൂവ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടമായി, അതിങ്ങനെ വാടി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ട് പാത്രം വെള്ളം കൊണ്ടുവന്ന് തക്കാളിക്ക് ഒഴിച്ചു, ആ ഒരു ചെമ്പരത്തിക്ക് ഒഴിച്ച്. അങ്ങനെ അതിന് മാത്രം വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ. ബാക്കി ഡ്രമ്മിൽ നിൽക്കുന്ന എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഓരോ കപ്പ് വീതം എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടികൾക്കും ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നമുക്കിന്ന് ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി തന്നെ എടുക്കുന്നത്. കഞ്ഞിയും പയറും കൂടി ഇട്ടിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക്. വേറെ കറിക്കൊന്നും ഇരിപ്പില്ല. അപ്പം വൈകിട്ട് പോയിട്ട് മീനും എല്ലാം ഉണ്ടെങ്കിൽ മീൻ വാങ്ങിക്കാം. പിന്നെ നമുക്ക് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ. പിന്നെ കമൻസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു.